നമസ്കാരം. 200-ലധികം പേരുടെ ജീവഹാനിയിലേക്കും മാസങ്ങൾ നീണ്ടുനിന്ന അരാജകത്വത്തിലേക്കും നയിച്ച വിധി ഒടുവിൽ കോടതി തന്നെ തിരുത്തിയതോടെ മണിപ്പൂർ സമാധാനത്തിലേക്ക് തിരിച്ചുവരുമെന്ന പ്രത്യാശ നാമ്പെടുക്കുകയാണ്. മെയ്തേയ് സമുദായത്തെ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുത്താനുള്ള 2023 ഉത്തരവ് ഭേദഗതി ചെയ്ത് മണിപ്പൂർ ഹൈക്കോടതി രംഗത്തു വന്നതോടെയാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെയാകെ അസ്വസ്ഥമാക്കിയ അധ്യായത്തിന് വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. വിവാദ ഉത്തരവിലെ പാരഗ്രാഫ് 17-3 എന്ന ഭാഗമാണ് ഇപ്പോൾ ഹൈക്കോടതി നീക്കം ചെയ്തത്. ഈ ഉത്തരവിനെ ചൊല്ലിയാണ് ഒരു വർഷത്തോളമായി മണിപ്പൂരിൽ കലാപം ഉടലെടുത്തിരുന്നത്. മെയ്തേയ് കുക്കി വിഭാഗങ്ങൾ തമ്മിലുണ്ടായ കലാപത്തിൽ 200ഓളം പേർ കൊല്ലപ്പെടുകയും കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകകൾ നശിപ്പിക്കപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും നിരവധി ക്രിസ്ത്യൻ പള്ളികൾ ഉൾപ്പെടെ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തിരുന്നു. 2023 മാർച്ച് 27 ഉത്തരവിൻ്റെ ഒരു ഖണ്ഡിക കോടതി ഒഴിവാക്കിയതോടെ സംസ്ഥാനത്ത് ഉടലെടുത്ത സംഘർഷത്തിൻ്റെ കാരണം ഇല്ലാതായിരിക്കുകയാണ്. തീരുമാനം സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമാണെന്ന് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ഗോൽമിയുടെ ബെഞ്ച് വ്യക്തമാക്കി. മഹാരാഷ്ട്ര സർക്കാർ വേഴ്സസ് മിലിന്ദ് കേസ് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയുടെ വിധി. മഹാരാഷ്ട്ര സർക്കാർ വേഴ്സസ് മിലിന്ദ് ഉൾപ്പെടെയുള്ളവരുടെ കേസിൽ കോടതികൾക്ക് പട്ടികവർഗ പട്ടിക ഭേദഗതി ചെയ്യാനോ മാറ്റാനോ കഴിയില്ലെന്നായിരുന്നു സുപ്രീം കോടതി പറഞ്ഞത്. ഇക്കാരണത്താൽ കോടതി പഴയ തീരുമാനത്തിൽ ഭേദഗതി വരുത്തുകയാണ്. കഴിഞ്ഞ വർഷം ഖണ്ഡിക 17-3 പ്രകാരം നൽകിയ നിർദ്ദേശങ്ങൾ ഇല്ലാതാക്കുകയാണ് എന്നും ജസ്റ്റിസ് ഗോൽമിയുടെ ബെഞ്ച് വ്യക്തമാക്കി. മെയ്തേയ് വിഭാഗത്തിന് ഗോത്ര പദവി അനുവദിക്കുന്നത് സംബന്ധിച്ച് ഉത്തരവ് 2023 മാർച്ച് 27 ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. അന്നത്തെ മണിപ്പൂർ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് MV മുരളീധരനായിരുന്നു വിധി പ്രസ്താവിച്ചത്. ഉത്തരവ് വലിയ പ്രതിഷേധങ്ങൾക്കാണ് പിന്നീട് വഴിവെച്ചത്. മെയ്തേയ് വിഭാഗത്തിന് ഗോത്ര പദവി നൽകുന്നത് തങ്ങളുടെ അവകാശങ്ങൾ കൂടി ഇല്ലാതാക്കുമെന്ന് ആരോപിച്ചായിരുന്നു കുക്കി വിഭാഗങ്ങൾ പ്രതിഷേധിച്ചത്. ഇത് വലിയ സംഘർഷങ്ങൾക്കും കലാപങ്ങൾക്കും കാരണമാവുകയായിരുന്നു. നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും 1000ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത കലാപം അടിച്ചമർത്താൻ തുനിയുന്നതിനു പകരം ഭൂരിപക്ഷമായ മെയ്തേയ്കളോടൊപ്പം നിലയുറപ്പിച്ച ബീരൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള മണിപ്പൂർ സർക്കാർ സംസ്ഥാനത്തെ ആഭ്യന്തര യുദ്ധത്തിന് സമാനമായ സാഹചര്യത്തിലേക്കാണ് തള്ളിവിട്ടത്. അതേസമയം വിവാദ ഉത്തരവിനെതിരെ നേരത്തെ കുക്കി വിഭാഗം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഹർജിയിൽ ഹൈക്കോടതി വിധിക്കെതിരെ കടുത്ത ഭാഷയിലായിരുന്നു സുപ്രീം കോടതി അന്ന് പ്രതികരിച്ചത്. ഹൈക്കോടതി വിധി തീർത്തും തെറ്റാണെന്നും ഉത്തരവ് റദ്ദ് ചെയ്യേണ്ടതാണെന്നാണ് കരുതുന്നതെന്നുമായിരുന്നു ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അന്ന് വ്യക്തമാക്കിയത്. ജസ്റ്റിസ് മുരളീധരന് തൻ്റെ തെറ്റു തിരുത്താൻ ഞങ്ങൾ സമയം നൽകി. എന്നാൽ അതിന് അദ്ദേഹം തയ്യാറായില്ല. ഇനി അതിനെതിരെ ശക്തമായ നിലപാടെടുക്കണം. ഹൈക്കോടതി ജഡ്ജിമാർ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധികൾ പാലിക്കുന്നില്ലെങ്കിൽ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്നായിരുന്നു അന്ന് കോടതി ചോദിച്ചത്. അതേസമയം കേസ് ഡിവിഷൻ ബെഞ്ചിൻ്റെ പരിഗണനയിലായിരുന്നതിനാൽ അന്ന് ഉത്തരവ് റദ്ദു ചെയ്യാൻ സുപ്രീം കോടതി തയ്യാറായിരുന്നില്ല. ഡിവിഷൻ ബെഞ്ച് വിവാദമായ ഖണ്ഡിക നേരത്തെ ഹൈക്കോടതി നൽകിയ ഉത്തരവിൽ നിന്നും മാറ്റിയതോടെ മണിപ്പൂർ സമാധാനത്തിലേക്ക് മടങ്ങി വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.